ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 60 വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. ജനറൽ സർവീസായിട്ടാണ് കയറ്റിയാണ്. നമുക്കതിന് 48,444 കിലോമീറ്റർ ഇപ്പോൾ നിലവിൽ ഓടിയിട്ടുണ്ട് വണ്ടി. ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട്, എൻജിൻ ഓയിൽ മാർട്ടിനേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഓൾറൗണ്ട് ഗാർഡ് ലൂസായിട്ട് കിടന്ന് ചെറിയൊരു ജർക്കിങ് കാണിക്കണ്ടായിരുന്നു. പിന്നെ ഫ്ലോർ മാറ്റ് മാറ്റാം. ബാക്ക് സൈഡിൽ നിന്ന് ഒരു ഒരച്ചിൽ സൗണ്ട് കേസ് പറഞ്ഞിട്ടുണ്ട്. അത് ഏകദേശം നമുക്കൊരു 60 കിലോമീറ്റർ വേഗത്തിലൊക്കെ പോകുമ്പോൾ സൗണ്ട് ഉണ്ടെന്നുള്ള കേസ് പറഞ്ഞത്. അത് നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് തോന്നിയൊന്നുമില്ല. എന്നാലും വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് നടത്തി നോക്കാം. എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ഒന്നുകൂടി ഡീറ്റെയിൽസ് പറയാം കേട്ടോ. ഇപ്പോൾ നമ്മൾ സർവീസിന് വേണ്ടി വണ്ടി കയറ്റിയിട്ടുണ്ട്. ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ലൈനർ കൂടി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ നിന്ന് ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ കിടക്കണേ, പക്ഷേ അതിൻ്റെ ഉപയോഗം മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട്. ബ്രേക്ക് അഡ്ജസ്റ്റിങ് പരമാവധിയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലൈനർ മാറ്റേണ്ട ഒരു ടൈമാണ് ഇപ്പോൾ കേട്ടോ. അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമ് ചെറിയ ടൈറ്റ് ഉണ്ട്, അത് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ വീല് ബാക്കിലത്തെ വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞതാണ്. അതിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്തു. പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഈ സൈഡിൽ ചെറിയൊരു ഓയിലിൻ്റെ കണ്ടൻറ്റ് പോലെ ഉണ്ട്, പക്ഷേ ലീക്കേജ് ആയിട്ട് തോന്നണില്ല. ചെളി പിടിച്ചിരിക്കുന്ന കഴുകാണ്ടിരുന്നേക്കണാവാം. പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ടയർ നമ്മൾ ചെക്ക് ചെയ്തു. ടയർ അത്യാവശ്യം കട്ടയുണ്ട്, ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ഹബിൻ്റെ ഭാഗവും ചെക്ക് ചെയ്തു. പറയത്തക്ക കംപ്ലയിൻസ് ഒന്നും ഹബിൻ്റെ ഭാഗത്തും നിലവിലില്ല. അപ്പോൾ ബാക്കിൽ നമ്മൾ ചെയ്യേണ്ടത് ബ്രേക്ക് ക്യാമ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്യുക. അതിന് ശേഷം ബ്രേക്ക് ലൈനർ മാറ്റാം. അപ്പോൾ അത് റെഡി ആയിക്കോളും, ബ്രേക്കിൻ്റെ കേസ് ഓക്കെ ആയിക്കോളും. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാനുണ്ട്. എയർ ഫിൽട്ടർ നമ്മൾ അഴിച്ച് നോക്കുമ്പോൾ എയർ ഫിൽട്ടർ നല്ല രീതിയിൽ പൊടി കയറി ബ്ലോക്ക് ആയേക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതുമ്പോൾ യൂസ് ചെയ്തേക്കുന്നത് കമ്പനി ഫിൽട്ടർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ്. നമുക്ക് അതിൻ്റെ ഒരു നല്ല ടൈം കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എയർ ഫിൽട്ടറും പ്ലഗും ഓരോ 10,000 കിലോമീറ്ററും കൂടുമ്പോൾ നമ്മൾ മാറ്റിയിടണം. കാരണം വെച്ചാൽ അത് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ്റെ മെയിൻ ഒരു പാർട്ടാണ്. എയർ ഫിൽട്ടർ ബ്ലോക്കായിട്ട് വണ്ടി കിടന്ന് ഓടുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ എഞ്ചിൻ ഹെഡിനകത്ത് കരിയുടെ അളവ് കൂടാൻ അതൊരു കാരണമായിട്ട് മാറും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് എയർ ഫിൽട്ടറും പ്ലഗും ഇപ്പോൾ കൂടുതൽ മാറ്റേണ്ട ഒരു ടൈമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ അതൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിൽ സെൻഡ് ചെയ്തിടും. അത് കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി. റിപ്ലൈ കിട്ടിയാലാണ് നമ്മൾ അതനുസരിച്ചിട്ടാണ് ചെയ്യുള്ളൂ എന്തെങ്കിലും കേട്ടോ. നമ്മൾ കാണുന്ന കംപ്ലയിൻസുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തണമെന്നുള്ളൂ. പിന്നെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. ക്ലച്ചിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിലായാലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിലായാലും വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ക്ലച്ച് ഷൂം ബെൽറ്റും വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എയർ അടിച്ച് നിലവിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ അഴിച്ച് നോക്കുമ്പോൾ ഈ സൈഡൊക്കെ ശരിക്കും ഡ്രൈ ആയി പോയിട്ടുണ്ടായിരുന്നു. ഗ്രീസിൻ്റെ ഒരു അഭാവമുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഗ്രീസിങ്ങിന് വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. വീലുകൾ നിലവിൽ ഡാമേജ് ഇല്ല, പക്ഷേ നമുക്കായിട്ട് ഈ റോളർ പിന്ന് കാര്യങ്ങൾക്ക് തേമാനം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പോൾ 3 റോളറും 3 പിന്നും കൂടിയിട്ട് ഏകദേശം ഒരു 100 താഴേക്ക് നമുക്ക് അതിന് കോസ്റ്റ് വന്നുള്ളൂ. കൈയോടെ നമ്മളത് മാറ്റിയിടാണെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം ഗ്രീസ് ചെയ്തിട്ട് ശരിക്കും ഒരു പുതിയതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഈ ക്ലച്ചിൽ തന്നെ വേരിയേറ്റർ ബോഡിയുടെ വീലാണത്. അത് ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു മുഴക്ക സൗണ്ടൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ വീലും ഈ ബോസ് ഡ്രൈവും തമ്മിൽ പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. എത്രയും പ്ലേ ഉണ്ട്. അപ്പോൾ നിലവിൽ കൈയോടെ അത് മാറ്റി പോകണമെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഓടിയിട്ട് മാറ്റാമെന്ന് വെച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ഓൾറെഡി കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്സ് വന്നതെന്ന് വെച്ചാൽ നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ അടുത്ത സർവീസ് വരെ കിടന്നൊന്നും വരില്ല. പിന്നീട് പറയുന്നത് ഇത് ഓവലായിട്ട് ഓടുന്ന സമയത്ത് ഓൾറെഡി പീസ് സ്ലൈഡ് നമ്മൾ കംപ്ലയിൻ്റ് ആണ്, മൊത്തം പൊട്ടാറായ ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ ഇത് നമ്മൾ നിലവിൽ കൂടുതൽ മാറ്റി വിടുന്നുണ്ട്. ഇത് പ്ലേ കൂടുതൽ വരുന്തോറും ആ ഐറ്റംസും ഇതിൻ്റെ റോളർ കാര്യങ്ങളൊക്കെ ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് നമുക്ക് മാറ്റേണ്ട ടൈമാണ്, കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മളത് നമുക്കൊരു എന്താ പറയുക കുറച്ചുകൂടി നീട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കാൻ എന്തായാലും നമ്മളത് മാറ്റേണ്ടി വരും. അപ്പോൾ നേരത്തെ മാറ്റണം ഏറ്റവും ബെറ്റർ. അതല്ലെങ്കിൽ നമ്മൾ കുറേ കൂടി ഓടിക്കുമ്പോഴത്തേക്കും ബാക്കിയത്തെ ഭാഗങ്ങൾ കൂടി ഡാമേജ് വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. നോക്കിയിട്ട് നിങ്ങളുടെ റിപ്ലൈ തന്നാൽ മാത്രമാണ് നമ്മളത് ചെയ്യുള്ളൂ. ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. 44,000 കിലോമീറ്ററോളം നിലവിലായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി. ബെൽറ്റ് ഓൾറെഡി കമ്പനി ബെൽറ്റാണ്, വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ്. ഡാമേജോ കാര്യങ്ങളൊന്നും നിലവിലായിട്ടില്ല. ഇത് പവർ ലിങ്ക് എന്ന് പറയുന്ന കമ്പനിയുടെയാണ്, അതായത് ഹോണ്ടയ്ക്ക് സപ്ലൈ ചെയ്യുന്ന പവർ ലിങ്കിൻ്റെ. അത് അത്യാവശ്യം ലൈഫ് കിട്ടുന്ന മോഡലാണ്. കുഴപ്പമില്ലാതെ ഉപയോഗിക്കാം നമുക്ക് കേട്ടോ, ധൈര്യമായിട്ട് ഉപയോഗിക്കാം. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്, ഓയിൽ ചേഞ്ചിൻ്റെ ടൈമാണ്. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. 2023 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് നിലവിൽ വണ്ടിയിൽ ഇരിക്കുന്ന ബാറ്ററി. അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് 13 വോൾട്ട് വരെ ഇപ്പോൾ നിലവിലിനകത്ത് കാണുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ലോഡ് ടെസ്റ്റ് നടത്തി നോക്കുന്നുണ്ട് ബാറ്ററിയുടെ കറക്റ്റ് കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ട്. ലോ ടെസ്റ്റിലേക്ക് വിടുമ്പോൾ നമുക്ക് 8.67 റേഞ്ചൊക്കെ വരെ വരുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ഇച്ചിരി ലോ ആയി തുടങ്ങിയിട്ടുണ്ട്. ആരംഭമാണ്, കുഴപ്പമില്ല. പിന്നെ അതേപോലെ ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ആക്സിലേറ്റർ കേബിളിൽ കുഴപ്പമൊന്നുമില്ല, പ്ലേ ഒക്കെ ഒന്ന് കറക്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലത്തെ ബ്രേക്ക് കാര്യങ്ങൾ നമ്മൾ അത് അഴിക്കും.
ഞാനിപ്പോൾ ബാക്ക് വീൽ അഴിച്ചേക്കണ കാരണമാണ്. അതിന് ശേഷം ഫ്രണ്ട് ബ്രേക്കും കൂടി അഴിച്ചിട്ട് ബ്രേക്ക് ക്യാമ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യും. പിന്നെ ബ്രേക്ക് ക്യാമ് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും. അത് ഓൾറെഡി നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് അഴിച്ച് നിർത്തിയതാണ്. അപ്പോൾ ബാക്ക് വീൽ ഇട്ടതിന് ശേഷം വേണം ഇതും കൂടി അഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഈ ഒരു ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലൈൻ്റ് ആണ്. അതായത് ഇതിവിടെ ഔട്ടർ പൊട്ടിയിട്ടുണ്ട് നിലവിൽ. തന്നെയല്ല ബ്രേക്ക് പിടിച്ച് ലോഡായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ബ്രേക്ക് കേബിൾ നോക്കുമ്പോൾ അറിയാം, ഇവിടുന്ന് ബ്രേക്ക് പിടിച്ച് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഓൾറെഡി മൂവ് ആയി നിൽക്കണേ. അപ്പോൾ ബ്രേക്ക് കേബിൾ മാറ്റിയിട്ട് ചെയ്യുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടേക്ക് പെട്ടെന്ന് ബ്രേക്ക് ജാമാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ കൈയോടനെ ബ്രേക്ക് കേബിൾ ചേഞ്ച് ചെയ്തിടാം. പിന്നെ ഫ്രണ്ടിലത്തെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി കുഴപ്പമൊന്നുമില്ല. റൈറ്റ് സൈഡിൽ ഒരു ചെറിയ തേയ്മാനം കൂടുതലുണ്ട്, അത് കോമൺ ആയിട്ടുള്ളതാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു, ഓയിൽ ലീക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കേസ് നോക്കി അതിൻ്റെ വർക്കിംഗ് ചെക്ക് ചെയ്തു. നിലവിൽ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ പ്രോബ്ലം ഒന്നുമില്ല, വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ പ്ലഗിൻ്റെ കേസാണ്. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ തന്നെ മാറ്റിപ്പോകേണ്ട ഒരു പാർട്സാണ് ഈ സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്നത്. അതും കൂടി കൂട്ടത്തിൽ മാറ്റുന്നതാണ് ബെറ്റർ. ഞാൻ അതും കൂടി എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു സർവീസിന് നമ്മൾ ചെയ്യുന്ന വർക്കുകളുടെ ഡീറ്റെയിൽസും വേണം ഇപ്പോൾ നിലവിൽ പറഞ്ഞ്. പിന്നെ അതിനകത്ത് മാറ്റേണ്ട വരുന്ന കുറച്ച് പാർട്സുകളുടെ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം, വാട്സാപ്പിലിടാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതിനകത്ത് ബ്രേക്കിൻ്റെ കേബിൾ മാത്രമാണ് നമുക്ക് സർവീസിന് പുറമെ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടി വരുന്ന വർക്കുള്ളൂ. അതും നമുക്ക് കൂട്ടത്തിൽ കൂടെ നമുക്ക് ചെയ്ത് വിടാം, കുഴപ്പമില്ല. ഞാനപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഓൾറെഡി വാട്സാപ്പിലിട്ടേക്കാം. ജനറൽ സർവീസായിട്ട് നമുക്ക് വരുമ്പോൾ ക്ലച്ച് ഗ്രീസിങ് അടക്കം വരുന്നത് നമുക്ക് 600 രൂപയാണ്. പിന്നെ ബ്രേക്കിൻ്റെ കേബിൾ എന്ന് പറയുമ്പോൾ അത് നമുക്ക് അഡീഷണൽ ആയിട്ട് തന്നെ വർക്ക്, കാരണം അതൊക്കെ കഴിക്കണം, നമുക്ക് കുറച്ചും കൂടി സമയം കൂടുതൽ എടുക്കേണ്ട വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 100 അഡീഷണൽ നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ മാത്രം ഉള്ളതുകൊണ്ടാണ്. ആക്സിലേറ്റർ കേബിൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അഡീഷണൽ, കാരണം മൊത്തം ബോഡി അയക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു 100 അഡീഷണൽ ആയിട്ട് വരും. നമുക്കിപ്പോൾ 600 എന്നുള്ളത് ഒരു 700 ആയിട്ട് മാറും കേട്ടോ. പിന്നെ ഉള്ളത് നമുക്ക് സർവീസിനകത്ത് ബാക്കിയതെല്ലാം തന്നെ നമുക്ക് സർവീസിലുള്ള വർക്കുകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം, ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റ് കമ്പയർ ചെയ്ത് നോക്കാം. അതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. ആ റിപ്ലൈ കിട്ടിയിട്ട് വേണം നമുക്ക് അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.